ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. ആദ്യം എക്സാലോജിക് വിഷയത്തിൽ ഇന്ന് സംഭവിച്ചത് എന്ത് എന്നത് പരിശോധിക്കാം. മുഖ്യമന്ത്രിയെ ഉന്നമിട്ട് പ്രതിപക്ഷം. എക്സാലോജിക്കിനെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ വീണ വിജയനെ പരിരക്ഷിക്കേണ്ട ആവശ്യം CPIM-ന് ഇല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ രാഷ്ട്രീയ പ്രചാരണത്തെ പ്രതിരോധിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ BJP അജണ്ടയെന്ന് ബിനോയ് വിശ്വം ആരോപിച്ചു. രേഖകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെല്ലുവിളിച്ചു. എക്സാലോജിക്കിനെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചതിനു പിന്നാലെ പ്രതിരോധം തീർത്ത് ഇടതുമുന്നണി നേതാക്കൾ. എക്സാലോജിക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ ബോധപൂർവമായ രാഷ്ട്രീയ പ്രചാരണം നടക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്കുള്ള വഴി ഇതാ എന്ന് പ്രഖ്യാപിക്കലാണ് ഇപ്പോൾ നടക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. അന്വേഷണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴി ഇതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വളരെ വളരെ തെറ്റായ ഒരു നിലപാടാണ്. ഇത് തെരഞ്ഞെടുപ്പിന്റെ കേളിക്കൊട്ട് എന്ന രീതിയിലുള്ള പ്രചരണത്തിന് മാത്രമാണ് അവരുദ്ദേശിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നത് BJP നിർദ്ദേശപ്രകാരമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ LDF-ന്റെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു രാഷ്ട്രീയ നീക്കമുണ്ട്, അജണ്ടയുണ്ട്. അത് BJP-യുടെ അജണ്ടയാണ്. ആ BJP അജണ്ടയ്ക്ക് വേണ്ടി പലപ്പോഴും കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ ഏജൻസികളും രാഷ്ട്രീയത്തിൽ ഇടപെടാറുണ്ട്. വീണ വിജയന് CPIM പരിരക്ഷ നൽകേണ്ട ആവശ്യമില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടെങ്കിൽ LDF കൺവീനറുടെ അഭിപ്രായം ഇങ്ങനെ. കമ്പനി ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു സ്ഥാപനം മാത്രമാണത്. അവർക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവകാശമില്ല. ഞാൻ ROC എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ്. അവർ കമ്പനിയുടെ കാര്യം നോക്കി നടത്താനുള്ളവരാണ്. അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് അതിലെഴുതുക? ഒരു റിപ്പോർട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടാവോ, വസ്തുതയാവോ? വിഷയത്തിൽ CPIM പ്രതിരോധത്തിലായതോടെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. അന്വേഷണം അട്ടിമറിക്കാൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരന്റെ ഇടനിലയിൽ BJP-യും CPIM-ഉം ധാരണയുണ്ടാക്കിയെന്ന് VD സതീശൻ. അപ്പൊ മുരളീധരൻ ഇതിനകത്തൊരു പ്രതിയാണ് എന്ന് വെച്ചാൽ ഇടനിലക്കാരനാണ്. ഈ പിണറായി വിജയനും സംഘപരിവാറുമായിട്ടുള്ള സെറ്റിൽമെന്റിന്റെ ഇടനിലക്കാരനാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് K മുരളീധരൻ MP പറഞ്ഞു. ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചത് യുക്തിരഹിതമെന്നായിരുന്നു മന്ത്രി P രാജീവിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, വീണ വിജയനെ പരിരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അതിനു മുൻപ് പ്രതികരിച്ച LDF കൺവീനർ EP ജയരാജൻ വീണ വിജയനെ പൂർണ്ണമായും പരിരക്ഷിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തുന്നത് നമ്മൾ കേട്ടതാണ്. ഏതായാലും ഈ വിഷയത്തിൽ എങ്ങനെയാണ് പുതുതായി എന്തെങ്കിലും ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ CPIM? ഇത് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒന്നാണ്, മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ പുതുതായി? അനുജ, ഈ വിവാദമുണ്ടായ ആദ്യ ദിവസം മുതൽ തന്നെ CPIM നടത്തുന്ന പ്രതിരോധം, ആ പ്രതിരോധത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും മുന്നോട്ട് വെക്കാൻ CPIM-ന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മറ്റൊരു വ്യത്യാസം, ഇതുവരെയും വീണ വിജയനെ പരിരക്ഷിക്കേണ്ട കാര്യം CPIM-ന് ഇല്ല എന്ന തരത്തിലുള്ള ഒരു കടുത്ത നിലപാട് CPIM-ഓ സംസ്ഥാന സെക്രട്ടറി ഏതെങ്കിലും നേതാക്കളോ എടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ ആ നിലയിൽ പറയുന്നുണ്ട്. വീണ വിജയനെ പരിരക്ഷിക്കേണ്ട കാര്യം CPIM-നില്ല. പക്ഷേ ആ ആക്രമണം മുഖ്യമന്ത്രിക്ക് നേരെ വരികയാണെങ്കിൽ അതിനെ CPIM പ്രതിരോധിക്കും. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചാണ് ഈ അക്രമം എന്ന് പറയുന്നു. മാത്രമല്ല, ഇതൊരു ഇലക്ഷൻ മുന്നോടിയായിട്ടുള്ള ഇലക്ഷനുള്ള കേളികൊട്ട് എന്ന നിലയിൽ മാത്രമാണ് കാണുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ CPIM പറയുന്നത്. ഇത് ഒരു രാഷ്ട്രീയ ആയുധമാണ്, പ്രശ്നമാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ആദ്യ ദിവസം മുതൽ തന്നെ CPIM-ന്റെ നേതാക്കൾ പ്രതിരോധമായി ഉയർത്തിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ROC റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. പ്രതിപക്ഷ നേതാവ് CPIM നേതാക്കളെ വെല്ലുവിളിച്ചത് അത്തരത്തിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അതിന്റെ രേഖകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കണമെന്നാണ്. അതിന് മറുപടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് അത്തരത്തിൽ സമയമാകുമ്പോൾ ആ നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിൽ വെക്കാനും തയ്യാറാണ് എന്നാണ്. പക്ഷേ
അങ്ങനെ എന്ന് വെക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് വെക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും പറയുന്നില്ല. അതൊരു രാഷ്ട്രീയ പ്രതികരണം എന്ന നിലയിൽ മാത്രമാണ് പറയുന്നത്. അതായത് ഇതിൽ മുഖ്യമന്ത്രിയുടെ പേര് കൂടി പരാമർശിച്ച സ്ഥിതിക്ക് ROC റിപ്പോർട്ട് വലിയ നിലയിൽ CPM-നെയും LDF-നെയും സർക്കാരിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് KSIDC-യെ മുൻനിർത്തിയ ഒരു പ്രതിരോധത്തിന് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് ഇന്ന് രാവിലെ മുതൽ തന്നെ മന്ത്രിമാർ ആ നിലയിലേക്കുള്ള പ്രതികരണം നടത്തിയതും കണ്ടതാണ്. കാരണം ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് KSIDC അത് 1991 മുതൽ 95 വരെ CMRL-ലുമായി ധാരണയായതാണ്, അവരുടെ ഓഹരി വാങ്ങിയതാണ്, അത് ആ കാലത്ത് നടന്നതാണ് എന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല KSIDC-ക്ക് വിവിധ തരത്തിലുള്ള ഓഹരികൾ 75-ലധികം സ്ഥാപനങ്ങളുമായുണ്ട്. അത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായും മന്ത്രിമാരുടെ വാദം. മാത്രമല്ല അത്തരത്തിൽ KSIDC-യുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടേണ്ട കാര്യമില്ല, വളരെ പരിണിതപ്രജ്ഞരായ ലീഡർമാരാണ് അവരെ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളൊരു വാദം KSIDC-യെ മുൻനിർത്തി പ്രതിരോധിക്കാനുള്ള ഒരു വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ എക്സാലോജിക്കും CMRL-ഉം തമ്മിലുള്ള ബന്ധം, അതിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ROC റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിരോധം CPM-നെ സംബന്ധിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട അന്വേഷണം നടത്തണമെന്നുൾപ്പെടെയുള്ള വാദം, ആ ഭാഗം മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കൽ ഒക്കെയും CPM-നെ പ്രതിരോധത്തിലാക്കുന്നു. അത് രാഷ്ട്രീയ ആയുധമാക്കി തന്നെയാണ് കോൺഗ്രസും UDF-ഉം കാണുന്നത്. BJP-ക്കെതിരെ കൂടി അക്രമം കടുപ്പിക്കുന്നുണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ്. ഈ വിഷയത്തിൽ ഇടനില നിന്നത് കേന്ദ്രമന്ത്രി V മുരളീധരനാണ്. അത് BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അതേസമയം BJP ആകട്ടെ നേരെ തിരിച്ച് ഇത് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഒരു ധാരണയുടെ ഭാഗമാണ് എന്നുള്ളത് കർണാടകയിലെ സർക്കാരിനെ ചൂണ്ടിക്കാട്ടി വീണ വിജയന്റെ കമ്പനി പ്രവർത്തിക്കുന്നത് കർണാടകയിലാണ്. ഓരോ ദിവസവും എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അതിന് CPIM-ന് മറുപടി പറയേണ്ടി വരുന്നത്. ഈ മറ്റൊരു വാർത്തയിലേക്ക്. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ സുപ്രീംകോടതി ബെഞ്ചിലെ ജഡ്ജിമാർക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം. മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, നിലവിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്നിവർ ഉൾപ്പെടെ 5 പേർക്കാണ് ക്ഷണം. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. താത്കാലിക ക്ഷേത്രത്തിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കില്ല. പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണമുള്ളവർക്ക് മാത്രമാണ് അയോധ്യ നഗരപരിധിയിൽ പ്രവേശനം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെത്തി. R രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. R രാധാകൃഷ്ണൻ, ഈ രാംലല്ലയുടെ കൂടുതൽ ചിത്രങ്ങൾ, അത് കണ്ണു മൂടുന്നതിനൊക്കെ മുൻപുള്ള ചിത്രങ്ങൾ, വർക്ക്ഷോപ്പിൽ നിന്നുള്ള ചിത്രങ്ങൾ, അതൊക്കെ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന പൂജകളൊക്കെ എങ്ങനെയാണ്? കർശനമായ സുരക്ഷ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ട്, അതിപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്കൊന്നും പ്രവേശനമില്ലാത്ത തരത്തിലേക്ക് എങ്ങനെയാണ് സുരക്ഷ? മുഖപടത്തോടുകൂടിയുള്ള രാംലല്ലയുടെ ചിത്രങ്ങളായിരുന്നു ഇതുവരെ ട്രസ്റ്റ് പുറത്തുവിട്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് മുഖപടം മാറ്റിയ രാംലല്ലയുടെ വിഗ്രഹം പുറത്ത് വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ ഇന്നത്തെ ഈ പൂജാ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഗ്നിപ്രവേശനമായിരുന്നു. ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ഏതൊരു ക്ഷേത്രത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ആചാരമാണ് ഈ അഗ്നിപ്രവേശനം. കാരണം ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് അഗ്നിക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് അഗ്നിയെ പ്രവേശിപ്പിക്കാൻ അനുവാദം അഗ്നിദേവനോട് തേടുന്നതാണ് ഈ അഗ്നിപ്രവേശനം എന്ന ചടങ്ങ് വഴി. ഏതാണ്ട് 100-ലധികം ആചാര്യന്മാർ പങ്കെടുത്ത ചടങ്ങിലാണ് ഈ അഗ്നിപ്രവേശനം നടന്നത്. നവഗ്രഹ സ്ഥാപന പൂജകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുകയായിരുന്നു. നവഗ്രഹ സ്ഥാപനവും ഇന്ന് നടന്നു. ഈ പ്രതിദിന പൂജകൾ ഈ പുതിയ ക്ഷേത്രത്തിൽ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് തുടർച്ചയായിട്ട് നടക്കേണ്ടതുണ്ട്. അതിന് തുടക്കമായിട്ടുള്ള ഹവനം അടക്കമുള്ള പൂജകളും ഇന്ന് ഈ പുതിയ ക്ഷേത്രത്തിൽ ആരംഭിച്ചു. അനുജ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഇപ്പോഴുള്ള താൽക്കാലിക ക്ഷേത്രത്തിലെ ദർശനം ഭക്തർക്ക് ഇന്നുവരെ മാത്രമേ ഉണ്ടാകൂ. ഇനി നാളെ മുതലുള്ള ദിവസങ്ങളിൽ ഈ താൽക്കാലിക ക്ഷേത്രത്തിൽ ദർശനം ഉണ്ടാകില്ല. ഇന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ താൽക്കാലിക ക്ഷേത്രത്തിലേക്ക് രാംലല്ലയുടെ ദർശനത്തിനായിട്ട് എത്തിയത്. ഇനി ഈ രാംലല്ല അവിടെ നിന്ന് മാറ്റി ഗർഭഗൃഹത്തിലേക്ക് നാളെ എത്തിക്കും. തുടർന്ന് പുതിയ രാമക്ഷേത്രത്തിൽ പുതിയ രാംലല്ലയ്ക്ക് സമീപത്തായിട്ടായിരിക്കും ഈ പഴയ ക്ഷേത്രത്തിലെ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ലയും ഉണ്ടാവുക. ഉത്സവ ദിവസങ്ങളിൽ എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള വിഗ്രഹം എന്ന രീതിയിലായിരിക്കും ഈ രാംലല്ല ഇനി ഉപയോഗിക്കാനായി പോകുന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് നടന്ന പൂജകൾക്ക് തുടർച്ചയായിട്ട്
സരയൂലും പൂജകളും മറ്റും നടന്നിരുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഹനുമാൻഗാഹി ക്ഷേത്രത്തിൽ എത്തി ദർശനം നടത്തി. അദ്ദേഹം ഇവിടെ നടക്കുന്ന ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും അടക്കമുള്ളവ വിലയിരുത്തി. വലിയ ഒരു ഉത്സവ ഛായ ഇതിനകം തന്നെ അയോധ്യയ്ക്ക് കൈവന്നിട്ടുണ്ട്. പക്ഷേ നാളെ മുതലുള്ള ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് അയോധ്യയിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ക്ഷണിക്കപ്പെട്ട 7000 അതിഥികൾക്കും മാധ്യമങ്ങൾക്കും മാത്രമായിരിക്കും ഇനിയുള്ള 22 വരെയുള്ള ദിവസങ്ങളിൽ പ്രവേശനം ഉണ്ടാവുക. 23-ാം തീയതി വരെ ട്രെയിൻ സർവീസും അയോധ്യയിലേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. അയോധ്യയിൽ നിന്ന് തത്സമയ വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. KSRTCയിലെ ഇലക്ട്രിക് ബസ്സുകളെ ചൊല്ലി LDF-ൽ പോർമുഖം. മന്ത്രി KB ഗണേഷ് കുമാറിനെ തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു സേവനവും നിർത്തലാക്കില്ല. ഒരു മന്ത്രി മാത്രമല്ലല്ലോ, മന്ത്രിസഭയല്ലേ ഉള്ളതെന്നും കൂട്ടായി തീരുമാനമെടുക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതൊക്കെ നയപരമായ തീരുമാനം തന്നെ എടുത്ത് ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനത്തിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതാ കാര്യം. മന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടല്ലേ പരിശോധിക്കട്ടെ, നിങ്ങൾ അതിൽ വേദനാവണ്ട. പക്ഷെ സേവനം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരത്തിലേക്ക് തിരിച്ചു പോക്കുണ്ടാവില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സിറ്റി സർക്കുലർ ബസ്സുകൾ ലാഭത്തിലാണെന്നും ഇലക്ട്രിക് ബസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇടതുമുന്നണി നയമാണെന്നും VK പ്രശാന്ത് MLAയും പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അത് നയപരമായി LDFന്റെ ഒരു തീരുമാനമല്ല. അപ്പോൾ അതിന്റെ ലാഭനഷ്ട സാധ്യതകളെ സംബന്ധിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് അദ്ദേഹം വ്യക്തമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെന്ന് ഞങ്ങളാരും സംശയിക്കുന്നില്ല. അദ്ദേഹം KSRTCയെ മെച്ചപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഓരോന്നായിട്ട് അദ്ദേഹം അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ പ്രകടിപ്പിച്ച ഒരു കൺസേൺ നഗരവാസികളുടെ ഒരു കൺസേൺ ആണ്. അവരിപ്പോൾ ധാരാളമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങളെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നത് അവരെ സംബന്ധിച്ച് പ്രയാസമായിരിക്കും. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാർബൺ ന്യൂട്രൽ നഗരം പരിപാടിയുടെ ഭാഗമായാണ് നഗരസഭ ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് നൽകിയതെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കുകയാണ് ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോകുമെന്നും മേയർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, ഇത് LDFന്റെ നയമാണ്. അതുകൊണ്ട് തന്നെ KB ഗണേഷ് കുമാർ ഇന്നലെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ആദ്യം രംഗത്തെത്തിയത് VK പ്രശാന്ത് MLA, അതിനുശേഷം CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ ഗതാഗത മന്ത്രിയെ തള്ളി. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം മേയറും അതേ നിലപാടെടുത്തിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഗതാഗത മന്ത്രിയുടെ പ്രതികരണം എന്ത് എന്നതാണ് അറിയേണ്ടത്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം ഇന്നലെ നടത്തിയത് എന്നതാണ്. കാരണം ഇതൊരു നയമാണ് LDFന്റേത് എന്നത് അദ്ദേഹത്തിന് അറിവില്ല എന്ന് കരുതാൻ വയ്യല്ലോ. അനുച്ച, അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് ഈ KSRTCയെ ലാഭത്തിലാക്കുക എന്ന രീതിയിൽ ഈ ഗണേഷ് കുമാർ ചുമതലയേറ്റപ്പോൾ തന്നെ പരിഷ്കാരങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചുമതലയേറ്റത്. അത്തരത്തിൽ നിരവധി പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ ഭാഗമായി ആദ്യം ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. അതിന് പിന്നാലെയാണ് ഈ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഇന്നലെ പുറത്തു വരുന്നത്. അതായത് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല, 10 രൂപയ്ക്ക് അത് സിറ്റിയിൽ ഓടിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പരാമർശം. ആ പരാമർശത്തിന് പിന്നാലെ പരോക്ഷമായ വിമർശനമാണ് VK പ്രശാന്ത് MLA, അതായത് CPMന്റെ യുവമുഖമാണ്, വട്ടിയൂർക്കാവ് MLA ആണ്. അദ്ദേഹം പരോക്ഷമായ ഒരു വിമർശനം ഉന്നയിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മലിനീകരണം കുറയ്ക്കുക എന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ LDFന്റെ ഒരു നയം കൂടിയാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ. അത് പിൻവലിക്കാനാകില്ല. അത് നഷ്ടത്തിലാണെങ്കിൽ KSRTC അത് ലാഭത്തിലാക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു പരോക്ഷ വിമർശനം ആദ്യം ഉന്നയിക്കുന്നു. ഇതിന് പിന്നാലെ ഒരു പടി കൂടി കടന്ന സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രത്യക്ഷമായി ഇതിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത് LDFന്റെ നയമല്ല, ജനോപകാരപ്രദമായ ഒരു കാര്യവും LDF നിർത്തലാക്കില്ല എന്നും CPM പറയുന്നു. അതിനു പിന്നാലെ മേയർ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഇത്തരത്തിൽ വിമർശിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM പാടെ ഈ ഗതാഗത മന്ത്രിയുടെ നിലപാടിനെ തള്ളുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിന് പിന്നാലെ ഇനി ഗതാഗത മന്ത്രിയുടെ പ്രതികരണം കൂടി വന്നാൽ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അനുജ, ശരി. KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം അത് നിർണായകവുമാകും. മലപ്പുറത്ത് 14 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. വളാഞ്ചേരി സ്വദേശി ജിഷ്ണുവാണ് അറസ്റ്റിലായത്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് കുട്ടിക്ക് നേരെ പ്രതി ലൈംഗികാതിക്രമം നടത്തിയത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, വിഷയം ഇതിൽ എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ?
അനുജ, ഈ മാസം 17-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധിയിൽ പുലാമന്തോളിൽ നിന്നും സ്കൂൾ കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ച് ഈ യുവാവ്, പ്രതി എന്ന് പറയുന്ന വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഈ ജിഷ്ണു എന്ന് പറയുന്ന യുവാവ് വഴിയിൽ വെച്ച് വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അവയവം പ്രദർശിപ്പിക്കുകയും പിന്നീട് ലൈംഗിക അതിക്രമം കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി. ഈ സംഭവം നടന്ന ഉടനെ തന്നെ പെൺകുട്ടി നേരിട്ട് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി. പോലീസ് കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഈ ജിഷ്ണുവാണെന്ന് പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രതിയെ അന്വേഷണം ആരംഭിച്ച് 2 ദിവസത്തിനകം തന്നെ പോലീസ് പ്രതിയെ പിടികൂടി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രതിയെ നാളെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അനുജ. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൾക്കൂട്ട വിചാരണ ഉണ്ടായിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. വ്യക്തിപരമായ കാരണങ്ങളാലാണ് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തത്. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, നേരത്തെ പോലീസിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് പല കോണുകളിൽ നിന്നും വിമർശനം വാങ്ങിയതുമാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നതും ഇതേ തരത്തിൽ തന്നെയാണോ? ആൾക്കൂട്ട വിചാരണ ഉണ്ടായിട്ടില്ല, അതിന്റെ തെളിവൊന്നും CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണോ? അനുജ, ആദ്യം ഈ കേസ് അന്വേഷിച്ചത് സ്റ്റേറ്റ് പോലീസ് ആയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരുന്നു ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. CCTV ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നും ഇത്തരത്തിൽ വിശ്വനാഥനെ കാണാതായ ദിവസം രാവിലെ ഈ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന്റെ മുറ്റത്ത് നിന്നും വിശ്വനാഥൻ ഓടിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു, ആളുകളെ കണ്ടു. ഇതിൻ്റെ അകത്തു നിന്നെല്ലാം വിശ്വനാഥൻ ഓടിപ്പോകാൻ കാരണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണ കൊണ്ടാകാം എന്ന ഒരു റിപ്പോർട്ടായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന് ഈ ഒരു അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിലും ഈ ഒരു കുടുംബം അതൃപ്തി രേഖപ്പെടുത്തി. പിന്നീടാണ് ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് ഏറ്റെടുത്തത്. അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണ കേസിൻ്റെ റിപ്പോർട്ടാണ്, ഫൈനൽ റിപ്പോർട്ടാണ് ഇന്ന് ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണ നേരിട്ടിട്ടില്ല. CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി 12 മണി മുതൽ 1 മണി വരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ആ CCTV ദൃശ്യങ്ങളിൽ 12 മുതൽ 12:10 വരെയുള്ള സമയങ്ങളിലാണ് ഈ വിശ്വനാഥൻ ഈ ആശുപത്രിയുടെ മുറ്റത്ത് നിൽക്കുന്നതും പിന്നീട് അവിടെ നിന്നും ഓടിപ്പോകുന്നതും ആയ കാര്യങ്ങളുള്ളത്. ഇതിന് പുറമെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ആൾക്കൂട്ട വിചാരണയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കുടുംബം ആരോപിക്കുന്ന ഇത്തരത്തിൽ മൊബൈൽ ഫോൺ എടുത്തു, അതിൽ ആ ചോദ്യം ചെയ്തതിൽ മനന്നൊന്താണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് എന്ന് സ്ഥാപിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ CCTV ദൃശ്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ്: ഇത്തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ല, മറ്റേതെങ്കിലും വ്യക്തിപരമായ കാരണം കൊണ്ടാവാം വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തത് എന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ ഒരു ഫൈനൽ റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ശരി, ഏതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ല എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ സുപ്രധാന കണ്ടെത്തൽ. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.